എല്ലാം ഹംസ ആണ് ആർട്ട് ഡയറക്ടർ. അതും ഒരു ആർട്ട് ഡയറക്ടറേക്കാൾ ഉപരി സ്വന്തം അനുജനെ പോലെയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. അവരെ എൻ്റെയർ ക്രൂ അത് എത്ര ഇത് പറഞ്ഞാലും മതിയാവില്ല. അവര് അങ്ങനെയാണ് നിൽക്കുന്നത്. താങ്ക്സ്. അതുപോലെ ബാക്കിയുള്ള എൻ്റെ എല്ലാ ടെക്നീഷ്യൻസ്, എൻ്റെ കോസ്റ്റ്യൂമർ റോസ് ആണ്. കോസ്റ്റ്യൂമർ ഇപ്പൊ സ്വർഗം എന്ന് പറഞ്ഞ വലിയ ഹിറ്റായ സിനിമയാണ്. ചെറിയ സിനിമ അത് വലിയ ഹിറ്റാക്കി നിങ്ങൾ തോന്നും. ആ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അതുപോലെ എൻ്റെ മേക്കപ്പ് മാൻ, അതുപോലെ പിന്നെന്താ ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, അതായത് ബിൻസ് ചേട്ടൻ അടക്കം, പിന്നെ കുഞ്ഞുവാവ, പൈനാപ്പള്ളി, അജീഷ്, അതിനേക്കാൾ ഉപരി എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നിൽക്കുന്ന നമ്മുടെ ബിജു കടവൂരാണ്. ബിജുവിനെ കണ്ടില്ലേ ഇവിടെ? ബിജു ബിജു എന്ന് വെച്ചാല് ബാക്കിൽ നിന്ന് ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിജു ബിജു ബിജുവേ വാ. അതുപോലെ സെന്തിൽ, അതുപോലെ തന്നെ എൻ്റെ ക്യാഷ്യർ ഷിബു, ഇവിടെ വന്ന എല്ലാവരും. ഇനി ആരെങ്കിലൊക്കെ വിട്ടു, അതുപോലെ എൻ്റെ ക്യാമറ ടീം, മേക്കപ്പ് മാൻ, അതുപോലെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് കണ്ടന്റ് ആണ് ഹീറോ എന്ന് പറയുന്നത്. അതിന് എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ സിജി കെ നായർ, ദൈവമായിട്ട് എനിക്കൊരു കൂടപ്പുറപ്പായിട്ട് ചെയ്യുന്നത്. ഡിനോയും ഞാൻ തമ്മിൽ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം വിശുദ്ധ മെജോ എന്ന സിനിമ ചെയ്യുമ്പോൾ ഡിനോയി അതിനകത്ത് ഹീറോ ആയിരുന്നു. ഞാനും അതിനകത്ത് ലിജോ മോളുടെ അപ്പനായിട്ട് അഭിനയിച്ചു. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. 100% ഇതൊരു ആപ്റ്റായിട്ടുള്ള ക്യാരക്ടറാണ് ഡിനോയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഡിനോയ്ക്ക് പകരം ഞാൻ ആരെയും നോക്കിയിട്ടില്ല. ഇതിനകത്തെ ക്യാരക്ടർ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എൻ്റെ ബാക്കിയുള്ള എല്ലാവരും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇവിടെ വന്ന എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, അതുപോലെ എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ മീഡിയ സുഹൃത്തുക്കള്, ബിനു, ജോസേട്ടൻ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നന്ദിയും പറഞ്ഞിട്ട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സപ്പോർട്ട് എനിക്ക് ഈ നിമിഷം മുതൽ എൻ്റെ പടത്തിന്റെ റിലീസും അതിനുശേഷവും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയും കുടുംബം പോലെ നിന്ന് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് വീണ്ടും പ്രോജക്റ്റുകളിലേക്ക് പോകാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അത്രയും മാത്രം പറയുകയാണ്. എല്ലാവരും അനുവാദത്തോടുകൂടി ഈ ടൈറ്റിൽ ഞാനിപ്പോൾ ഇത് മാറ്റാൻ പോവുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ, അല്ലെ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു ടൈറ്റിലാണ്. അത് ഞാനിങ്ങനെ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത്. താങ്ക് യു എവരി വൺ. കുറച്ച് ബൈക്കിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടും. നമുക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടും. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വലിക്കണം. കുറച്ച് ബാക്കോട്ട് എല്ലാവരും കുറച്ച് ബാക്കോട്ട് റെഡിയല്ലേ? കൂടോത്രം ഒട്ടകത്താണ് കേട്ടോ. കൂടോത്രം അടുത്ത്